ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പക്വതയില്ലാത്തൊരു പെരുമാറ്റമാണ് രേണുസുതിക്കുള്ളത്. കാരണം മീഡിയക്കാരാണെങ്കിൽ എന്തെല്ലാം വൃത്തികെട്ട ചോദ്യങ്ങളാണ് ചോദിക്കണത്. അതിനെല്ലാം മറുപടി കൊടുക്കാതെ അങ്ങോട്ട് പോയിക്കൂടെ? ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിനുള്ള മറുപടിയും പറയുന്നുണ്ട്. അതിനിപ്പോൾ അതുപോലെ ഇനി ബാക്കി എല്ലാവർക്കും ഏറ്റുപിടിക്കാൻ. എന്താണ് കണ്ടു നോക്കൂ. രേണു മാക്സിമം എത്ര പെഗ് കഴിക്കും? എന്തിനൊക്കെ പറയുന്നത് ചേട്ടാ? അല്ല എത്ര വരെ പോകും? കള്ളുകുടിയായിരുന്നു. അല്ല ഒരു മാക്സിമം നമ്മൾ എത്രയൊക്കെ? പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ കുടിക്കാനൊന്നും അല്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ക്രിസ്മസിനും ഓണോ സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ കസിൻസ് നമ്മളെ ഒന്നോ രണ്ടോ ജസ്റ്റ് അത്രേ ഉള്ളൂ. അത് ഞാൻ വെള്ളപടിക്കാരിയൊന്നും അല്ല. ഒരു എൻജോയ്മെന്റിൽ പാർട്ടാവുന്നു അല്ലെ? സെലിബ്രേഷന്റെ പാർട്ടാവുന്നു അല്ലെ? ഒരു ആഘോഷത്തിന്റെ ഭാഗമോ? ഇപ്പോഴും തന്നെ ചേട്ടനുള്ളപ്പോഴേ അങ്ങനെയായിരുന്നു. വീട്ടിൽ എല്ലാവർക്കും അറിയാം. അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ. അത് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നു. കണ്ടില്ലേ, രേണുസുതിക്ക് ഇതൊന്നും വലിയ സംഭവമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് എത്രത്തോളം വലിയ സീരിയസ് ആയ കാര്യം എന്നുള്ളത് രേണുസുതിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം മനസ്സിലാവില്ല, കുറച്ച് കാലങ്ങൾ കഴിയണം. ഇപ്പം ആ ഒരു എന്താ പറയുക, ഫെയിമിൻ്റെയും പവറിൻ്റെയും ആ ഒരു ഹാങ് ഓവറിൽ നടക്കുക രേണുസുതി. അതുപോലെ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിൽ എന്തെല്ലാം വൃത്തികെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ക്രിസ്മസിന് എന്താ അടിക്കുക? ഇതൊക്കെ ഒരാളോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അതായത് ഈ ചോദിക്കുന്ന ആൾക്ക് രേണുസുതിയുടെ വായേന്ന് കിട്ടണം. രേണുസുതി ഇത് കുടിക്കും, രേണുസുതിക്ക് എന്താണ് മദ്യപാനം ഉണ്ട് എന്ന് അറിയിക്കണം പുറത്ത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രേണുസുതി അവിടെ പിടിച്ചു നിൽക്കുക വേണ്ടത്. ഇത് എന്തെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അതൊന്നുമില്ല. രേണുസുതി വീണ്ടും ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ കൊടുക്കുന്നുണ്ട്, കേട്ടു നോക്കൂ. വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതെങ്ങനെ അറിയാം? ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ രേണുസുതിയുടെ ഫേവറേറ്റ് ബ്രാൻഡും മനസ്സിലാക്കി, മാജിക് മൊമെന്റ്. കണ്ടില്ലേ, എന്ത് കഴിവുള്ളവരാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളവർ. എന്നാൽ രേണുസുതി ശരിക്കും പറഞ്ഞ ഒരു പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഒട്ടും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഈ രേണുസുതിയുടെ സംസാരത്തിൽ മനസ്സിലാവണില്ല. കാരണം അവരിങ്ങനെ ഓരോന്നിങ്ങനെ ചകഞ്ഞെടുക്കാൻ നോക്കുന്നുണ്ട്, അതിനുള്ള മറുപടി എല്ലാം കൊടുക്കണമുണ്ട്. പിന്നീട് ഇതിനെല്ലാം വന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ കമൻ്റ് ഇടുമ്പോൾ അതിന് റിയാക്ഷൻ ചെയ്യാൻ രേണുസുതി നിൽക്കണമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത് എന്ന് മനസ്സിലാക്കണില്ല. ഇപ്പോൾ ഈ രേണുസുതിക്ക് മേലെ എന്തെങ്കിലും സൈബർ അറ്റാക്ക് വരികയാണെങ്കിൽ തന്നെ ഇതിനെല്ലാം ഉത്തരവാദി രേണുസുതി തന്നെയാണ്. കാരണം ഈ രേണുസുതി തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്ത് ഓരോരുത്തർ ഓരോന്ന് പറയും. അപ്പോൾ ആ റിയാക്ഷൻ ചിലത് വളരെ മോശമായിട്ടും റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ രേണുസുതിക്ക് സഹിക്കില്ല. അപ്പോൾ രേണുസുതി അവർക്ക് മേലെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെല്ലാം വരുത്തി വെക്കുന്നത് രേണുസുതി തന്നെയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയൂടെ? ഇനിയും കണ്ടോളൂ. ഞാനൊരു വീഡിയോ കൂടി ഇടാം. ഒരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഈ ദുബായിലും ബഹറിലൊക്കെ പോയപ്പോ വെള്ളം അടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചു എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ ഞാൻ കഴിച്ചിരുന്നല്ല, കഴിച്ചിട്ടാണ് റൂമിലാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് കഴിക്കും. അല്ലാതെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചൊന്നുമല്ല. ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്ത് പ്രമോഷൻ, അത് ഡാൻസ് കളിക്കും, പാട്ട് പാടും. ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു സംഭവം. കണ്ടില്ലേ, എല്ലാം കിട്ടിയില്ലേ, എല്ലാവർക്കും ഉള്ളതായില്ലേ. എന്നെങ്കിലും എൻ്റെ രേണുസുതി, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും വിവരമില്ലാതെ സംസാരിക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ എന്ന് തോന്നുകയാണ്. കാരണം എല്ലാവരും മൂടി വയ്ക്കും. ശരി തന്നെയാണ്, കഴിക്കണവരുണ്ടാവും, ആർട്ടിസ്റ്റുകളിലുണ്ടാവും. പക്ഷെ അവരൊന്നും ഇത് പുറത്ത് പറഞ്ഞ് നടക്കില്ല. പക്ഷെ ഇത് പുറത്തും പറഞ്ഞ് നടക്കണം. ഇനിയെങ്കിലും രേണുസുതി ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും സോഷ്യൽ മീഡിയയോട് പെരുമാറാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ രേണുസുതിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യണവർ രേണുസുതിനെ ഇട്ട് പിഴിയും. പിന്നെ രേണുസുതിക്കും റിയാക്ട് ചെയ്യേണ്ടി വരും. ഈ വീഡിയോ രേണുസുതി വല്ലതും കാണുകയാണെങ്കിൽ ഇനിയെങ്കിലും കുറച്ച് പക്വതയോട് കൂടെ സംസാരിക്കൂ. അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയക്കാർ പലതും ചോദിക്കും, അതിനെല്ലാം നമ്മൾ മറുപടി പറയണമെന്നൊന്നും ഇല്ല. കാരണം സോഷ്യൽ മീഡിയയ്ക്ക് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അവർ ചോദിക്കുന്നതിന് എല്ലാറ്റിനും നമുക്ക് മറുപടി കൊടുക്കണം എന്നില്ലല്ലോ. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.